സിൽവർ ബാറുകൾ മേടിക്കാൻ കിട്ടുന്നില്ല, അവൈലബിൾ അല്ല. നിഫ്റ്റി കഴിഞ്ഞൊരു വർഷം തന്നിരിക്കുന്ന റിട്ടേൺ 0 ആണ്. സിൽവർ തന്നിരിക്കുന്ന റിട്ടേൺ 80%. ഇപ്പോൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? എന്തുകൊണ്ട് വില കൂടി? ഈ വില കൂടൽ കണ്ടിന്യൂ ചെയ്യുമോ? ഇപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പുറത്തിറങ്ങണോ? സിൽവി, നിനക്കൊരു അടിപൊളി ഗിഫ്റ്റ് മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സിൽവറിൻ്റെ ഒരു അടിപൊളി നെക്ലേസ്. എനിക്ക് തന്നെ സിൽവർ, ഇപ്പൊ പണ്ടത്തെ സിൽവർ ഒന്നുമല്ല, സിൽവർ സിൽവർ സൂപ്പർ സ്റ്റാർ ആണ്. അപ്പൊ ഞാൻ സിൽവറിന്റെ പാദസരം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ ചെറുപ്പത്തിൽ നമ്മുടെ എല്ലാ വീടുകളിലും ഇങ്ങനെ പെൺകുട്ടികൾക്ക് സിൽവറിന്റെ കുറെ മണിയുള്ള. പക്ഷെ ഇനി അത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം സിൽവറിന്റെ വില 100% ഇന്ത്യയിൽ കഴിഞ്ഞ ഒറ്റ വർഷം കൂടിയത്. പിന്നെ ഇത് എവിടെ പോയി നിൽക്കും എന്നുള്ളതും ശരിക്കും ഈ ഗോൾഡിന്റെ വില കൂടിയത് നമുക്ക് ഊഹിക്കാം. ഈ പറഞ്ഞ ഡോളറിന്റെ ഇഷ്യൂസ് ഒക്കെ കാരണം ഒരുപാട് പേരുടെ ട്രസ്റ്റ് ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ടാണ് ഗോൾഡിന്റെ വില കയറിയത്. 1,00,000 പോവാണ് 97. പക്ഷേ ഈ സിൽവർ എന്തുകൊണ്ടാണ് കയറുന്നത്? ഇപ്പം മെയിനായിട്ടുള്ള കുറച്ച് റീസൺസ് നമുക്ക് ഓൾറെഡി ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി സിൽവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് സിൽവറിന് കുറവാണ്, സിൽവർ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലേ? അല്ല, ഈ സിൽവറിൻ്റെ വില കൂടാനായിട്ടുള്ള ഒന്നാമത്തെ റീസൺ, സിൽവറിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം 50% ഉപയോഗം ഇൻഡസ്ട്രിയൽ യൂസേജാണ്. ഇപ്പോൾ എല്ലാ ആളുകളും എവിടെ, ഇപ്പോൾ ടെലിഗ്രാം ആണെങ്കിലും യൂട്യൂബിൻ്റെ ഇപ്പോൾ ലൈവ്, നമ്മൾ സൺഡേ ലൈവ് ഉണ്ട് എല്ലാ ദിവസവും. സൺഡേ 8 മണിക്കുള്ള ലൈവിൽ, നമ്മുടെ സൺഡേ ലൈവിൽ എല്ലാ ക്വസ്റ്റ്യനും സിൽവർ വാങ്ങാമോ, സിൽവർ വാങ്ങാമോ, സിൽവർ വാങ്ങാമോ ആൻസർ കൊടുത്ത് ഞാൻ കഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പോഡ്കാസ്റ്റിൽ സിൽവറിനെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ ഓർക്കാണ്, ഞാൻ ഫിൻടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെ കഴിഞ്ഞ വർഷം ഒന്നല്ല, 2023 അപ്പോൾ അതിൽ ഞാൻ നിങ്ങൾക്ക് വളരെ റിസ്ക് കുറഞ്ഞ ഗോൾഡ് ബീസിലും സിൽവർ ബീസിലും ഇൻവെസ്റ്റ് ചെയ്യാം. സിൽവർ ബീസിന് വെറും 72 രൂപ മാത്രമാണുള്ളത്. അന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. സിൽവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വില കുറവുണ്ടല്ലോ ആസ് കമ്പയർഡ് ടു ഗോൾഡ്. പക്ഷെ ഒരു ദിവസം 8-10% സിൽവർ മോളിൽ പോയി എന്നുള്ളത്. കഴിഞ്ഞ ഒറ്റ മാസം കൊണ്ട് സിൽവറിന്റെ വില 20%-ഓളം കണ്ടാണ് കഴിഞ്ഞ ഒറ്റ മാസം. അതെ, ലാസ്റ്റ് 1 മന്തിൽ 15-20% ഗ്രോത്താണ് സിൽവറിന്റെ പ്രൈസിലുണ്ടായത്. അപ്പോൾ പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണെന്ന്, ഇപ്പോൾ ചുമ്മാ വില കൂടുകയല്ല, ഞാനിവിടെ നമുക്കിവിടെ സംസാരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, എന്തുകൊണ്ട് വില കൂടി, ഈ വില കൂടൽ കണ്ടിന്യൂ ചെയ്യുമോ, ഇപ്പോൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ, ഓക്കെ, അതോ ഇപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പുറത്തിറങ്ങണോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ആക്ച്വലി സംസാരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് സിൽവറിന് വില കൂടി? നമ്മൾ ചരിത്രത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഹിസ്റ്ററിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, സിൽവറിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിം ചാർട്ട് ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യം ഇതേ വിലയിലോട്ട് സിൽവർ വന്നിട്ടുണ്ട്. യെസ്, 3 പ്രാവശ്യം. ഇതിൻ്റെ ഒന്നാമത്തെ പ്രാവശ്യം 1979-ലാണ്. 1979 സിൽവർ ഇതുപോലെ വില കൂടിയിട്ടുണ്ട്. എക്സ്ട്രോഡിനറി ആയിട്ടുള്ള ബുൾ റാലി, ഇതിനേക്കാൾ പ്രൈസ് കുറവിൽ നിന്ന് ഒരു 1.5-2 കൊല്ലം കൊണ്ട് ഒരു 200-300 ഇരട്ടിയോളം ഒരു ഭയങ്കരമായിരുന്ന വിലക്കയറ്റം സിൽവറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് സിൽവറിൻ്റെ വില കൂടാനുള്ള പല റീസൺസ്, പലരും ഇൻഫ്ലേഷനെതിരെയൊക്കെ ആയിട്ട് സിൽവറിനെ ഹെഡ്ജ് ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം റെഗുലേറ്റേഴ്സ് വന്നുകൊണ്ട് സിൽവറിൻ്റെ വില നിയന്ത്രിക്കുകയും സിൽവറിൽ എങ്ങനെയാണോ സിൽവറിൻ്റെ വില കയറിപ്പോയത് അതുപോലൊരു വലിയ ക്രാഷ് സിൽവറിൽ വന്നു. പിന്നീട് 2008-2009 കാലഘട്ടങ്ങളിലാണ് സിൽവറിൻ്റെ വില കൂടുന്നത്. അവിടെ സിൽവറിന് വില കൂടാനുള്ള കാരണം 2008 വലിയ എക്കണോമിക് ക്രാഷാണ്. ആ ഒരു വലിയ എക്കണോമിക് ക്രാഷിന് ശേഷം സിൽവറിൻ്റെ വില ഇതുപോലെ ഇതിനേക്കാൾ മാരകമായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള വിലയാണ് സിൽവറിൻ്റെ വില കൂടിയത്. എനിക്ക് നമ്മൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു $4.5 ഇന്ന് അത് $51 ഇന്നത്തെ വിലയുടെ ലെവലിലോട്ടൊക്കെ ഈ സിൽവറിൻ്റെ വില അത്രയും വലിയ മാരകമായിട്ടുള്ള റാലി സിൽവറിൽ സംഭവിച്ചു. അതിനുശേഷം വീണ്ടും ഇതേ റെഗുലേറ്റേഴ്സ് വരുന്നു, സിൽവറിൻ്റെ വില കൺട്രോൾ ചെയ്യുന്നു, സിൽവർ വീണ്ടും ക്രാഷ് ചെയ്യുന്നു. വീണ്ടും കൊറോണയ്ക്ക് ശേഷം 2 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും സിൽവർ അതേ പ്രൈസിലെത്തിയേക്കാണ്. ഇതാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ സിൽവറിൻ്റെ പ്രൈസിൽ ഒരു വലിയ ബ്രേക്കൗട്ടാണ് എന്നാണ് പറയാനുള്ള റീസൺ. അപ്പോൾ ബ്രേക്കൗട്ട് ആണ് എങ്കിൽ ബ്രേക്കൗട്ട് അല്ലെങ്കിൽ അതിന് റീടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവട്ടെ. ചാർട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ഹിസ്റ്റോറിക്കൽ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ പോലെയൊക്കെയാണ് ബ്രേക്കൗട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ
ടെക്നിക്കലി ഒരു റീസൺ ഉണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ റീസൺസിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ട് ഈ ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം സിൽവറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഇതിനു മുൻപ് വന്ന അപ്സൈഡ് പോലെ തന്നെ വീണ്ടും ഒരു ബ്രൂട്ടൽ സെല്ലിങ് സിൽവറിൽ വീണ്ടും ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഗോൾഡും സിൽവറും ഏതിഷ്ടം? ഗോൾഡ്. അത് പൊതുവേ അങ്ങനെയാണ്. അതിന് കാരണമുണ്ട്. എന്താണെന്നറിയോ? ഗോൾഡിൻ്റെ പ്രധാനപ്പെട്ട യൂസേജ് ഒന്ന് ഈ ആഭരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് എന്താണ്? ഇൻഫ്ലേഷനെതിരെ ഹെഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ റിസർവ് ബാങ്കുകൾ ഗോൾഡ് റിസർവ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ റിസർവ് എല്ലാ ബാങ്കുകളും കൂട്ടുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഡോളറിലുള്ള ഒന്ന്, റഷ്യ യുക്രൈൻ വാറിന് ശേഷം ഡോളറിനോടുള്ള വിശ്വാസ്യത, ഇപ്പോൾ റഷ്യക്ക് കിട്ടിയ പണിയൊക്കെ നമുക്കറിയാം. ഈ വിശ്വാസ്യത കുറഞ്ഞതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആ ഒരു ഡോളറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റി ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. യെസ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന് ഡോളറിന് പകരം ഗോൾഡ്. ഇപ്പോൾ പ്രത്യേകിച്ച് ബ്രിക്സ്, റഷ്യ, ചൈന, ഇന്ത്യ ഒക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് ആഡ് ചെയ്യുന്നത്. ഇതാണ് ഗോൾഡിൻ്റെ പ്രധാനപ്പെട്ട യൂസേജ്. പക്ഷേ കുറച്ച് ഇൻഡസ്ട്രിയൽ യൂസേജ് ഒക്കെ ഉണ്ട്. ഈ സെമി കണ്ടക്ടേഴ്സിലൊക്കെ ഗോൾഡ് നല്ലൊരു കണ്ടക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഏറ്റവും നല്ല കണ്ടക്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡ് എന്നാണ് പറയാം. പക്ഷേ നമ്മളിവിടെയൊക്കെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അലൂമിനിയം, കോപ്പറൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല, ഇപ്പോൾ സിൽബി കെമിസ്ട്രി പഠിച്ച ആളാണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഗോൾഡാണ് ഏറ്റവും നല്ല ചാലകം. ഇത് കഴിഞ്ഞ് ഇത്രയും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ ഗോൾഡ് ഉപയോഗിക്കുന്നു. നമ്മൾ യൂട്യൂബിലൊക്കെ പോയിട്ട് സെമി കണ്ടക്ടേഴ്സിൻ്റെ ബോർഡുകളൊക്കെ ഉരുക്കുന്ന വീഡിയോയിൽ ഗോൾഡ് എടുക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ സിൽവറിലോട്ട് വരുമ്പോൾ സിൽവർ വളരെ കുറച്ചായിട്ട് മാത്രമാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഓർണമെൻറ്റ്സിൽ ഉപയോഗിക്കുന്നത്. സിൽവറിൻ്റെ 50-55% യൂസേജ് വരുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനാണ്. പക്ഷേ ഈ ന്യൂ ഏജ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഇലക്ട്രിക്കൽ കാർ, അവിടെ സെമി കണ്ടക്ടേഴ്സ്, ബാറ്ററി, അതിൻ്റെ കണക്ഷൻസ്, അങ്ങനെയുള്ള എല്ലാ ചെറിയ ഭാഗങ്ങളിൽ പോലും ഏറ്റവും നല്ല കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് സിൽവർ. സോളാർ പാനൽസ്, നമ്മുടെ ന്യൂ ഏജ് ആയിട്ടുള്ള എല്ലാ ഇലക്ട്രിസിറ്റി മെക്കാനിസത്തിലും നമ്മൾ സിൽവറിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ, ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ, സോളാർ പാനൽസ്, ഇലക്ട്രിക്കൽ കാറുകൾ, ഇത്തരത്തിലുള്ള ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ സിൽവറിന് വലിയ സാന്നിധ്യം ഉണ്ട്, വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഇൻഡസ്ട്രിയലായിട്ട് സിൽവറിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുന്നത്. അപ്പോൾ ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കണം, സപ്ലൈ വേണം. സിൽവറിൻ്റെ കേസിൽ സിൽവറിന് സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ നിക്കലും കോപ്പറും ഗോൾഡും ഒക്കെ മൈൻ ചെയ്യുന്നതിൻ്റെ സമയത്ത് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. കറണ്ട് സിറ്റുവേഷൻസിലുള്ള സിൽവറിൻ്റെ ഡിമാൻഡിനെ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു സിൽവർ മൈനിങ് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലേറ്റൊന്നും ലോകം എത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു മൈൻ ചെയ്യുമ്പോൾ വരുന്ന മേജർ ആയിട്ടുള്ളൊരു കോസ്റ്റിനേക്കാൾ കൂടുതൽ അതിന് പ്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് മൈൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു റീസണാണ്. സിൽവറിൻ്റെ ഏറ്റവും വലുത് UK സിൽവറിൻ്റെ റിസർവ് ഗണ്യമായിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ കുറയുകയാണ് ചെയ്തത്. ഇപ്പോൾ സിൽവറിൻ്റെ റിസർവിൽ ഭയങ്കരമായിട്ട് കുറവ് വരികയും ഡിമാൻഡ് സൈഡ് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ഡിമാൻഡ്, ഓൾറെഡി റിസർവ് കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ പ്രൈസിൽ ഒരു വലിയൊരു പമ്പിങ് നടന്നു. അതാണ് കഴിഞ്ഞ ഒരു മാസമായിട്ടൊക്കെ 22-30% ഗ്രോത്ത് കഴിഞ്ഞ ഒരു മാസത്തിൽ നടക്കുന്നത്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇനി മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് സിൽവറിന് വേണ്ടി. ഇപ്പം മൈനിങ് സ്റ്റാർട്ട് ചെയ്യുമോ? ഇത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുമ്പോൾ കറണ്ട് സിറ്റുവേഷൻസിൽ ഒരു പക്ഷേ ചിലപ്പോൾ അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം സിൽവർ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചേ പറ്റുള്ളൂ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. കാരണം ഇലക്ട്രിക്കൽ കാറ് ഇൻഡസ്ട്രി വലുതായിക്കൊണ്ടിരിക്കുകയാണ്, സോളാർ ഇൻഡസ്ട്രി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിൽവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഡസ്ട്രീസും ഭയങ്കര ബൂമിങ് ഇൻഡസ്ട്രീസാണ്. ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഇൻഡസ്ട്രി, ഇപ്പോൾ AI കൂടുതൽ വരികയാണ്, അപ്പോൾ ഡാറ്റാ സെൻറ്റേഴ്സ് കൂടുതൽ വേണം, ഇലക്ട്രിസിറ്റി കൂടുതൽ വേണം, അപ്പോൾ സിൽവറിൻ്റെ ആപ്ലിക്കേഷൻസ് തന്നെ കൂടി വരികയാണ്. അപ്പോൾ സിൽവറിൻ്റെ ആപ്ലിക്കേഷൻസ് കൂടി വരുന്ന എല്ലാ സെക്ടേഴ്സും ബൂം ചെയ്യുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും സിൽവറിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട്. എന്നാൽ ഇത്രയും പ്രൈസ് കൂടിയതനുസരിച്ചിട്ടുള്ള ഒരു ബൂമിങ് ഇപ്പുറത്തുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിച്ചാലാണല്ലോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സിനെ റീചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ത്യയിൽ ഗ്ലോബലി സിൽവറിൻ്റെ വില കൂടിയതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട്. അതിനുള്ള റീസൺ നമുക്കറിയാം, കറൻസിയിലുള്ള വ്യത്യാസവും നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഡിമാൻഡ് അതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു കാര്യം കൂടിയുണ്ട്, അതുകൂടി ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. സിൽവറിൻ്റെ ഓർണമെൻറ്റ്സ് ഡിമാൻഡും കൂടി. അത് ഗോൾഡിൻ്റെ ഒരു 5% 2% ഒക്കെയാണ് കഴിഞ്ഞ വർഷം കൂടിയെങ്കിൽ സിൽവറിൽ 100% ഓർണമെൻറ്റ്സ് ഡിമാൻഡ് കൂടി എന്നുള്ളതാണ്. ഗോൾഡ് വാങ്ങിക്കാൻ ഇനി പറ്റാത്ത ആളുകൾ ഇനി സിൽവർ അത് മാത്രമായിരിക്കില്ല, സിൽവർ ഇപ്പോൾ ഭയങ്കര അടിപൊളിയാണ്, ഇപ്പോൾ സിൽവർ ഇട്ടാലും അടിപൊളിയാണെന്നുള്ളൊരു തോന്നൽ ആളുകൾക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. പിന്നെ ഈ വൈറ്റ് ഷെയ്ഡ്സിനോട് ഒരു ഇപ്പോൾ മെൻസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറേ സിൽവറിൽ പോലും ഭയങ്കര ലക്ഷറി ബ്രാൻഡുകളുണ്ട്. മെൻസിനൊക്കെ വേണ്ടിയുള്ള വലിയ ചെയിൻസും ലോക്കറ്റ്സൊക്കെ ഇറക്കുന്ന നല്ല ലക്ഷറി ബ്രാൻഡുകളുണ്ട്. അപ്പോൾ പല ആളുകളും സിൽവർ ചെയിൻസും മാലയൊക്കെ ആണെങ്കിലും ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളത് സിൽവറിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂട്ടുന്നുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, ഓർണമെൻറ്റ്സ് ആപ്ലിക്കേഷൻ, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് പോലെ തന്നെ സിൽവറിനെയും ഹെഡ്ജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കറൻസി അടിക്കാനായിട്ട് റിസർവിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റഷ്യയാണ് ഇപ്പോൾ അങ്ങനെ മുന്നോട്ട് വന്നത്. ചൈനയും ചെറിയ രീതിയിൽ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും റിസർവ് ബാങ്ക് കൂടി സിൽവറിനെ ഒരു ഗോൾഡ് പോലെ തന്നെ കാണുമെങ്കിൽ സിൽവറിൻ്റെ ഡിമാൻഡ് കൂടില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഈ 50 വർഷത്തെ ചാർട്ടിൻ്റെ ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയില്ലേ? പിന്നെ ഈ 50 വർഷത്തിൻ്റെ ബ്രേക്ക് ഔട്ട് കണ്ടിട്ട് ഇന്ന് തന്നെ പോയിട്ട് ഫുൾ സിൽവർ മേടിക്കണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഡിമാൻഡ് ഉണ്ട്, അപ്പോൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണോ? കറന്റ് ഇത്രയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇനിയും ഉണ്ടായിരുന്നോ എന്നാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കറിയില്ലല്ലോ, സിൽവർ സാധാരണക്കാർ വിചാരിക്കുന്നു ഗോൾഡ് സിൽവർ ഓർണമെന്റ്സ് ആ ഒരു കാര്യം തന്നെയാണ്. പിന്നെ സിൽവറിൽ ഇൻഡസ്ട്രിയൽ പർപ്പസ് ഉണ്ടെന്ന് കുറച്ചൊക്കെ എല്ലാവർക്കും അറിയാം. സിൽവർ ബാർ മേടിച്ച് വയ്ക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമായിട്ടുള്ളൊരു പ്രതിഭാസം, നമ്മുടെ ഇന്ത്യയിലെ സിൽവർ ബാറുകൾ മേടിക്കാൻ കിട്ടുന്നില്ല, അവൈലബിൾ അല്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ സിൽവറിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. ഈ ഇത്തരത്തിലുള്ള പ്രൈസ് ഹൈക്ക് കാണുമ്പോൾ എനിക്ക് ഹിസ്റ്ററിയിലോട്ട് നോക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പോർച്ചുഗലിലെ ഏറ്റവും വലിയ കറക്ഷൻ, തുലിപ്സ് ഫ്ലവറിൻ്റെ പ്രൈസ് കയറിപ്പോയതാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. എല്ലാവരും പിന്നാലെ ഓടുന്ന, എല്ലാവരും വാങ്ങാൻ പറയുന്ന, ഇപ്പോൾ ഇനിയും ബ്രേക്ക് ഔട്ട് ചെയ്യും, വില കൂടും എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ വില ഒരു പക്ഷേ വലിയ കറക്ഷൻസിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ഡിമാൻഡ് ഏരിയ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ സിൽവറിൽ ഈ ഡിമാൻഡ് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തേക്കാം. എന്നാലും സിൽവറിൽ ഇപ്പോൾ ബൈ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും, അറ്റ്ലീസ്റ്റ് സിൽവറിൻ്റെ ചാർട്ട് നമ്മൾ എടുത്തിട്ട് ഡെയിലി ടൈം ഫ്രെയിം ഇടുകയാണ്. ഏതൊരു ഇൻവെസ്റ്റർ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഡെയിലി ടൈം ഫ്രെയിം ഇടുമ്പോൾ ചുമ്മാ ഒരു 50 ഡേ മൂവിങ് ആവറേജ് ഇടാം, 50 ദിവസത്തെ മൂവിങ് ആവറേജ് ആ ചാർട്ടിലിടാം സിൽവറിൽ. ആ ചാർട്ടും സിൽവറിൻ്റെ മൂവിങ് ആവറേജും തമ്മിൽ ഒരു ഹ്യൂജ് ഡിഫറൻസിലാണ് നിൽക്കുന്നത്. അതായത് ഒരു 50 ഡേ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആവറേജ് പ്രൈസാണ്. ആവറേജ് പ്രൈസും ഇപ്പോഴത്തെ പ്രൈസും ഇത്രയും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ്സ് എ വെരി സിമ്പിൾ. പ്രൈസ് 50 ഡേയിലോട്ട് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 50 ഡേയുടെ അടുത്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഒരിക്കലും ഇത്രയും ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോൾ പോയിട്ട് നാട്ടുകാരെല്ലാവരും പറയാനായിട്ട്, എല്ലാ യൂട്യൂബ് ചാനലിലും പറയാനായിട്ട്, എല്ലാവരും പറയാനായിട്ട് സിൽവറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെടും, ഉറപ്പായിട്ടും പെടും. കാരണം നിങ്ങൾ കയറാൻ പോകുന്ന എവിടെയായിരിക്കും? സിൽവറിൻ്റെ ഏറ്റവും പീക്കിലായിരിക്കും. ഈ സിൽവർ ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് അടുത്ത 2 വർഷം കൺസോളിഡേറ്റ് ചെയ്യാനാണ് ചാർട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ പൈസ എന്ത് ചെയ്യും? സിൽവറിൽ അടുത്തൊരു 1-2 വർഷം. അപ്പോൾ അതൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ റൈറ്റ് എൻട്രി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. സിൽവർ എവിടെ വരണം? അറ്റ്ലീസ്റ്റ് 50 ഡേ മൂവിങ് ആവറേജിൽ വരാനാണെങ്കിലും വെയിറ്റ് ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ്? ഇതിനു മുൻപ് ഹിസ്റ്ററിയിൽ 2 പ്രാവശ്യം സിൽവർ ഇതുപോലുള്ള റാലി നടത്തിയിട്ട് ബ്രൂട്ടൽ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറന്റ് ഇപ്പോൾ കീപ്പ് ചെയ്യുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയും, കീപ്പ് ചെയ്യുന്ന ആൾക്കാരോട് ട്രെയിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബുക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കീപ്പ് ചെയ്യുക. വേണമെങ്കിൽ ഒരു 30% നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് ആക്കി വെക്കാം. കാരണം എന്തുകൊണ്ടാണ്? കറക്ഷൻ വരികയാണെങ്കിൽ സിൽവറിൽ തന്നെ താഴ്ത്തുനിന്ന് നിങ്ങൾക്ക് നല്ല എൻട്രി എടുക്കാം. ഫൈൻ. ഇല്ലേ, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സിൽവറിൻ്റെ ETF ഏകദേശം 85-90% റിട്ടേൺ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ബുക്ക് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ കീപ്പ് ചെയ്യുകയാണ്. കാരണം ഭയങ്കരമായിട്ടുള്ള പോർട്ട്ഫോളിയോയുടെ ഒരു 12% താഴെയാണ് എൻ്റെ കയ്യിൽ സിൽവറും ഗോൾഡും ആകെയുള്ളൂ. ശരിക്കും നമ്മൾ പറയുമ്പോൾ പോർട്ട്ഫോളിയോയിൽ 30% കമ്മോഡിറ്റിക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നാണ് പറയുക. 30%.
ഗോൾഡ്, സിൽവർ, കോപ്പർ, നിക്കൽ പോലുള്ള ETF-കളിൽ എന്ത് ചെയ്യണം, 30% കമ്മോഡിറ്റി. ഓക്കെ, 30% നമ്മളാരും ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയും ചിലപ്പോൾ ആളുകൾ ഇട്ടേക്കാം. കാരണം ഗോൾഡും സിൽവറും തന്നിരിക്കുന്ന റിട്ടേൺസ് മാരകമായതുകൊണ്ട് എത്ര ആൾക്കാർക്ക് കിട്ടി എന്നുള്ളതാണ് ചോദ്യം. ഞാൻ സിൽവറിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോൻ്റെ താഴത്ത് ഒരു കമൻ്റ് ഉണ്ട്, ഇനിയും ഗോൾഡ് കയറില്ല, ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ആൾക്കാരുടെ ഒരു നിഫ്റ്റി കഴിഞ്ഞൊരു വർഷം തന്നിരിക്കുന്ന റിട്ടേൺ 0 ആണ്. സിൽവർ തന്നിരിക്കുന്ന റിട്ടേൺ 80% ഇന്ത്യയിൽ. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ നിഫ്റ്റി കിടക്കുന്ന പൈസയൊക്കെ കൊണ്ടുപോയി ഈ ഗോൾഡിലും സിൽവറിലും ഇടും. അപ്പോൾ എന്ത് സംഭവിക്കും, ഗോൾഡ് സിൽവർ മൂവ് ചെയ്യില്ല, ആരും നിഫ്റ്റി മൂവ് ചെയ്യും. ഇതായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഒന്നിച്ചുകൊണ്ടേ സിൽവറിൽ പൈസ ഇടാതെ ഘട്ടം ഘട്ടമായിട്ട് ഇടാനായിട്ട് ശ്രമിക്കും. പൈസ കുറവാണല്ലോ, 160 രൂപ അല്ലെങ്കിൽ അതും പുതിയ ട്രെൻഡിനുള്ള റീസണാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ ഡിജിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആഭരണം വാങ്ങുന്ന വിലയില്ല, ആഭരണം മറച്ചു വയ്ക്കുന്ന വില. അപ്പോൾ സിൽവറിൽ ഇപ്പോൾ ഒരു 100 രൂപയുള്ള ആൾക്ക് പോലും എന്ത് ചെയ്യാം, സിൽവർ ബീസ് വാങ്ങാം, അല്ലെങ്കിൽ സിൽവറിലെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് സിൽവർ വാങ്ങാം. അപ്പോൾ ഒരു SIP മോഡൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് സിൽവർ ETF-ലും ഗോൾഡ് ETF-ലും നടന്നതുകൊണ്ട് അങ്ങനെയും ഇന്ത്യയിലൊരു ഡിമാൻഡ് കൂടുന്നതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കുമ്പോൾ 2022 മുൻപെന്തോ 3000-2500 കോടി മാത്രമാണ് സിൽവറിലുള്ള ഓൺലൈൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ AUM എന്ന് പറയുന്നൊരു സാധനം 2500-3000 കോടി മാത്രമാണ്. പക്ഷേ ഇപ്പോൾ സിൽവറിൽ അതൊരു 30,000 കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ സിൽവറിനെ ചൂസ് ചെയ്യുന്നു കഴിഞ്ഞ 1 ഇയർ ആയിട്ട്. ഇത് സിൽവറിൻ്റെ ഡിമാൻഡ് കൂട്ടുന്ന കാര്യമാണ്. ഇതും സിൽവറിൻ്റെ ഡിമാൻഡ് കൂട്ടുന്നുണ്ട്. ഇത് ഗോൾഡിലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ SIP എന്തുകൊണ്ടാണ് കാണുന്നത്, ആളുകൾക്ക് 500, 1000, 2000, 3000 വെച്ച് ഇടാനുള്ള ഒരു ടെൻഡൻസിയും ഒരു ഓപ്ഷനും അവൈലബിൾ ഉണ്ടെങ്കിൽ ആളുകളത് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും ഫണ്ട് കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് വന്നത്. ഇതേ ഫണ്ട് എവിടെയും വരുന്നുണ്ട്, സിൽവറിലും ഗോൾഡിലും വരുന്നുണ്ട്. ഇതും സിൽവറിൻ്റെ ഡിമാൻഡ് കൂട്ടാനായിട്ടുള്ള കാരണം. നിങ്ങൾ ചാർട്ട് നോക്കി മൾട്ടി ഇയർ ബ്രേക്ക് കണ്ട് ചാടിക്കയറി പോണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാം. പിന്നെ എല്ലാവരും പറയുന്നത് മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടാണ്. 1980 ഹൈ ആണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നത്. എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ്, 40-45 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹൈ ബ്രേക്ക് ചെയ്യുന്നത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് തീരുമോ, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തീരുമോ? കാരണം 45 കൊല്ലത്തെ ചാർട്ടിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് റീടെസ്റ്റ് ചെയ്യും. അതിൻ്റെ ടാർഗറ്റ് വരാൻ പോകുന്നത് അടുത്ത 10-15 കൊല്ലം കൊണ്ടായിരിക്കാനാണ് സാധ്യത. ഇനി 3 കൊല്ലം 4 കൊല്ലം കൊണ്ട് ഉണ്ടാകും എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി ചെയ്യാം. പക്ഷേ നിങ്ങൾ പറയുന്നത് 45 കൊല്ലത്തിൻ്റെ ടാർഗറ്റ് 6 മാസം കൊണ്ട് തീരും എന്നാണെങ്കിൽ ഞാനത് വിശ്വസിക്കാൻ റെഡിയല്ല. ആ ബസ് ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ പോയി തീരുന്ന ബസ്സല്ല. നമുക്ക് ആ ബസ്സിൽ കയറാൻ സമയം കിട്ടും, വെയിറ്റ് ചെയ്യുക, നല്ല സ്റ്റോപ്പിൽ വരുമ്പോൾ കയറി ചുമ്മാ ബസ്സിൽ ഇരുന്നാൽ മതി. നിങ്ങളുടെ വെൽത്തിൻ്റെ ഒരു 10 മുതൽ 25% വരെയുള്ള ഒരു നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ 10 മുതൽ 25% വരെയുള്ള പൈസ ഇട്ടിട്ട് കണ്ണടച്ചിരുന്നാലും ഒരു പക്ഷേ ഈ റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയും ഇവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 50 ഡേ മൂവിങ് ആവറേജ് വേണ്ട. നമ്മളെല്ലാവരും പറയുന്ന ഈ ഒരു സിൽവറിൻ്റെ ഹൈ റേറ്റ് ഇപ്പോൾ കഴിഞ്ഞ 2 മാസത്തെ ചാർട്ട് നോക്കുമ്പോൾ കണ്ടിന്യൂസ് ഹൈ ആണ്. ചിലപ്പോൾ അടുത്ത മാസം മുകളിൽ പോവായിരിക്കാം, ഞാൻ പോവില്ല എന്നല്ല പറയുന്നത്, പോവുമായിരിക്കാം. അങ്ങനെയാണെങ്കിലും ഒരു കറക്ഷൻ വരില്ലേ? തീർച്ചയായും കറക്ഷൻ വന്നാൽ മാത്രമാണ് നമുക്കൊരു പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. ഈ ഹൈറ്റ്സിൽ പോകുമ്പോൾ ഏറ്റവും ടോപ്പിൽ പോയി കയറുമ്പോൾ നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും? പറ്റില്ല. നിഫ്റ്റി 26 സ്റ്റോക്കിൽ ബൈ ചെയ്ത പോലെ യെസ്, ഏറ്റവും പീക്കിൽ പോയിട്ട് നിഫ്റ്റിയിൽ ബൈ ചെയ്ത ആളുകൾ ഇത്രയും നിഫ്റ്റി തിരിച്ച് കയറിയിട്ടും പ്രോഫിറ്റബിൾ ആയിട്ടില്ല. അപ്പോൾ അതേ അവസ്ഥ സിൽവറിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. കൊച്ചിൻ ഷിപ്പ്യാർഡ്, കല്യാൺ ജ്വല്ലേഴ്സ്, ഇതൊക്കെ ട്രെൻഡിങ് ആയിരുന്നു. സിൽവർ ട്രെൻഡ് ആവുന്നതിന് മുൻപ് ആരായിരുന്നു ട്രെൻഡ് എന്ന് നോക്ക് നിങ്ങൾ. കല്യാൺ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, കിറ്റക്സ്, ഇത്തരത്തിലുള്ള ട്രെൻഡ് ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അവരൊക്കെ പണി തന്നിട്ടുണ്ട്. അതുപോലൊരു ട്രെൻഡ് ആകുമോ സിൽവർ എന്നുള്ളത് നിങ്ങൾ സൂക്ഷിക്കുക. നോക്കിയും കണ്ടും മാത്രം എൻട്രി എടുക്കുക. ട്രെൻഡിൻ്റെ പിന്നാലെ പോവാതിരിക്കുക. കണ്ണ് തുറന്ന് നമ്മുടെ മാർക്കറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സ്റ്റോക്കുകൾ കിട്ടും. ഇനിയിപ്പോൾ സിൽവർ ഒരു മൾട്ടി ബാഗർ ആകുമോ, ഇതൊരു ക്വസ്റ്റ്യനാണ്. സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു 100x റിട്ടേൺ കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഗോൾഡാണ് ഞാൻ പിന്നെ പറഞ്ഞത്. ഗോൾഡിലും സിൽവറിലും നിങ്ങൾക്കത് കിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇനി ഗോൾഡിൻ്റെ പ്രൈസ് 100x കൂടുകയാണ്. എത്ര കൊല്ലം എടുക്കും എന്ന് ആലോചിച്ച് നോക്ക്.
ഗോൾഡിൻ്റെ പ്രൈസ് ഗ്രാജുവലി കൂടി പോകുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ 100x ഉണ്ടാവും 1 കിലോ 100. ഇപ്പോൾ 90,000 100x ഉണ്ടാവണമെങ്കിൽ 90,000 എന്നുള്ളത് മിനിമം ഒരു പവൻ്റെ വില 9 ലക്ഷം, അന്നൊരു 10x ആവുന്നുള്ളൂ, 90 ലക്ഷം രൂപയാവണം. അത് എത്ര കൊല്ലം കൊണ്ട് ഉണ്ടാവുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഭയങ്കര സമയം എടുക്കും. സിൽവറും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ 1 കിലോ സിൽവറിന് എന്തോ നിയർലി 1.8 lakhs എന്തോ ആണ്. എനിക്ക് ഐ തിങ്ക് നിയർലി 2 lakhs അടുത്താണെന്ന് വിചാരിച്ചോ. സിൽവർ 1 കിലോയ്ക്ക് 20 ലക്ഷം ആവുന്ന സമയം, അപ്പോഴും 10x ആവുന്നുള്ളൂ, 2 കോടി ആവുന്ന ഒരു സമയം 1 കിലോ സിൽവറിന്. അപ്പോൾ അതൊക്കെ കമ്മോഡിറ്റീസിൻ്റെ കേസിൽ വളരെ 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 കുറവാവാനുള്ള സാധ്യതയുള്ളൂ. ഒരു 10x ആകാൻ പോലും ചിലപ്പോൾ ഒരു 10 വർഷമോ ഒരു 5 കൊല്ലമൊക്കെ എടുത്തേക്കാം. പക്ഷെ അപ്പുറത്ത് പല ഇക്വിറ്റികളും 5 കൊല്ലം കൊണ്ടും 6 കൊല്ലം കൊണ്ടും 100x റിട്ടേൺസ് നൽകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിൽവറിന് പൊട്ടൻഷ്യൽ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും നിങ്ങളുടെ പോർട്ട്ഫോളിയോൻ്റെ 20 മുതൽ 30% വരെ മാത്രമേ ഗോൾഡിലും സിൽവറിലും കൂടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഗോൾഡും സിൽവറും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു ഹെഡ്ജിങ് ടൂളായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ട്രെൻഡിൻ്റെ പിന്നാലെ പോയാൽ നിങ്ങൾക്കുള്ള പണി നോക്കിയിരിപ്പുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും സിൽവർ ബീസിനെ കുറിച്ച് വളരെ ഗണ്യമായിട്ട് അല്ലെ വളരെ ഗഹനമായിട്ട് സുനിൽ പറഞ്ഞു എന്നുള്ളതാണ്. എല്ലാ ഡൗട്ടും എല്ലാവരുടെ ക്ലിയർ ആയിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ പറയുന്നില്ല, നിങ്ങൾ കമന്റ് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കമന്റ്സ് പറയാം, നമുക്ക് ലൈവിലൊക്കെ കൂടുതൽ ലൈവിൽ നമുക്ക് സൺഡേ ലൈവിൽ പറയാം. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് പ്രീമിയം കണ്ടൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കുകളെ കുറിച്ചിട്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളെ കുറിച്ചിട്ടും, ഇപ്പോൾ സിൽവർ ആണെങ്കിൽ പോലും സിൽവറിൻ്റെ വ്യൂസിനെ കുറിച്ചിട്ടും ഡയറക്റ്റ്ലി നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈവ്, മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ലൈവ്, വീക്കിലി ഒരു ലൈവും സ്പെഷ്യൽ കണ്ടൻറ്റുകൾ നമ്മൾ മെമ്പേഴ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ജോയിൻ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല എല്ലാ സബ്സ്ക്രൈബേഴ്സിനുമായിട്ട് സൺഡേ 8 മണിക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൺഡേ ലൈവ് കൊടുക്കുന്നുണ്ട്. മിസ്സാക്കരുത്, എല്ലാവരെയും സൺഡേ ലൈവിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു അടുത്ത പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.